നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ പരന്നപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിലായിരുന്നു. പള്ളികളിലടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകളാണ് നടന്നത്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നായിരുന്നു എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന. അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ആശുപത്രിക്ക് പുറത്ത് എന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ ഗുരുതരമായിട്ട് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത നിമിഷം മുതൽ അങ്ങോട്ട് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹത്തെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന നിമിഷം വരെ നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തെ കാണുവാനായിട്ട് ആശുപത്രി പരിസരത്ത് എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരുന്നത്. അവരെല്ലാം തന്നെ പൂക്കളും അതുപോലെ തന്നെ പല നിറത്തിലുള്ള ബലൂണുകളായിട്ട് കുട്ടികളടക്കം മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ആശുപത്രി വിട്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് വന്നിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി അദ്ദേഹത്തിന്റെ നില വഷളായ സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടർമാരടക്കം വളരെ ഒരു അത്ഭുതം തന്നെയാണ് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന വേളയിൽ സംഭവിച്ചത് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വത്തിക്കാൻ സിറ്റിയിലൂടെ നേരെ സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിദേശത്തു നിന്ന് മടങ്ങിയെത്തുമ്പോഴെല്ലാം ഓടിയെത്താറുള്ള മാതാവിന്റെ അരികിലേക്കുള്ള ആ വരവ് 5 ആഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞാണെന്ന് ഓർമ്മിപ്പിച്ചത് മൂക്കിൽ ഘടിപ്പിച്ചിരുന്ന ഓക്സിജൻ ട്യൂബ് മാത്രം. ക്ഷീണിതനെങ്കിലും വഴിയോരത്ത് കാത്തുനിന്നവരെ നോക്കി കൈവീശിയും വായുവിൽ കുരിശു വരച്ച് ആശീർവദിച്ചുമുള്ള യാത്ര. ഇടയ്ക്ക് മുഖത്ത് അതേ പഴയ പ്രകാശച്ചിരി. ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നുള്ള വാർത്തകൾ പരന്നപ്പോൾ തന്നെ വിശ്വാസികൾ നടുക്കത്തിലായി. ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് വിശ്വാസികൾ മാർപ്പാപ്പയുടെ ജീവന് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. ഒടുവിൽ ഇരട്ട ന്യൂമോണിയ വെച്ചു നീട്ടിയ വെല്ലുവിളിയെ അതിജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത്. ഇനി 2 മാസത്തെ വിശ്രമം, ഫിസിയോതെറാപ്പിയും മരുന്നും തുടരും. മീറ്റിങ്ങുകളും ആൾക്കൂട്ടങ്ങളും അനുവദിച്ചിട്ടില്ല. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി 28 മരണത്തിന്റെ വക്കോളം എത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. ന്യൂമോണിയ ബാധിതനായി 38 ദിവസം റോമിലെ ജെമല്ലി ആശുപത്രിയിൽ കഴിയവേ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിന്റെ വക്കിലെത്തിയിരുന്നുവെന്നാണ് ഡോക്ടർ സെർജിയോ ആൽഫിയേരി ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതായത് ഡോക്ടർമാർക്ക് പോലും ഇനി രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന നിലയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചികിത്സ നിർത്തി അദ്ദേഹത്തെ സമാധാനത്തോടെ മരിക്കാൻ വിടുന്ന കാര്യം ഡോക്ടർമാർ ആലോചിച്ചിരുന്നുവെന്നും ആൽഫിയേരി പറയുന്നു. ഇറ്റലിയിലെ കൊറിയേറ ഡെല്ലാ സെറ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാർപ്പാപ്പയെ ചികിത്സിച്ച സംഘത്തിന്റെ തലവനായിരുന്ന ആൽഫിയേരി മനസ്സ് തുറന്നത്. ഛർദ്ദിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്നത് പതിവായതോടെ മാർപ്പാപ്പ അതിജീവിക്കില്ലെന്ന് കരുതി. എന്നാൽ വർഷങ്ങളായി മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള നഴ്സ് മാസിമിലിയാനോ സ്ട്രേപ്പറ്റി എല്ലാ വഴിക്കും ശ്രമിക്കൂ, കൈവിടരുത് എന്ന സന്ദേശം അയച്ചതോടെ സാധ്യമായ സകല ചികിത്സകളും മരുന്നുകളും പരീക്ഷിച്ചു. വൃക്കകളും മജ്ജയും വരെ തകരാറിലാക്കാൻ ഇടയുള്ളത്രയും തീവ്രമായ മരുന്നുകളാണ് 88-കാരനായ പാപ്പയ്ക്ക് നൽകിയത്. വൈകാതെ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു. ന്യൂമോണിയ ബാധിച്ച 2 ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 10ാം നിലയിലെ മുറിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ വെള്ളക്കുപ്പായമിട്ട വീൽചെയറിൽ പുറത്തേക്ക് നീങ്ങുന്ന മാർപ്പാപ്പയെ കണ്ട നിമിഷത്തിൽ താൻ വികാരാധീനനായെന്നാണ് ആൽഫിയേരി പറഞ്ഞ വാക്കുകൾ. അണുബാധയുടെ തീവ്രതയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവർ നൽകി. ഇപ്പോഴും അദ്ദേഹം ചികിത്സയിലാണ്. ഇരട്ട ന്യൂമോണിയയുടെ ഇത്രയും ഗുരുതരമായ കേസ് ഉണ്ടാകുന്ന എല്ലാ രോഗികളും അതിജീവിക്കുന്നില്ലെന്നും ആൽഫിയേരി അഭിപ്രായപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് വളരെ കുറവാണെന്നാണ് ഡോക്ടർ ആൽഫിയേരി പറഞ്ഞത്. ശ്വാസകോശത്തിനേറ്റ തകരാറും സപ്ലിമെന്റൽ ഓക്സിജനും വെന്റിലേഷനും ചിലവഴിച്ച സമയവും കാരണം ഫ്രാൻസിസിന് ഇപ്പോഴും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടെന്നും ആൽഫിയേരി സ്ഥിരീകരിച്ചു. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ സാധാരണമാണെന്നും ശബ്ദം തിരിച്ചു വരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. നിങ്ങൾക്കൊരു ദ്വിമുഖ ന്യൂമോണിയ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ശ്വസനപേശികൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. നിങ്ങൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ പോലെ നിങ്ങളുടെ ശബ്ദം അല്പം നഷ്ടപ്പെടുമെന്നാണ് ആൽഫിയേരി പറഞ്ഞിരിക്കുന്നത്. എല്ലാ രോഗികളെയും സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരോ പ്രായമായവരോ, പ്രത്യേകിച്ച് പ്രായമായവരോ അത് പഴയതുപോലെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് സമയം ആവശ്യമാണെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ
ഈസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ചയാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനിലേക്ക് മടങ്ങിയത്. 2 മാസം കൂടി അദ്ദേഹത്തിന് വിശ്രമം, ചികിത്സയും ആവശ്യമുണ്ട്. ഛർദിയെ തുടർന്നുള്ള ശ്വാസതടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മോശമാകാൻ ഇടയാക്കിയതെന്നും അന്നത്തെ രാത്രി അദ്ദേഹം അതിജീവിക്കില്ലെന്ന് തോന്നലുണ്ടായെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഫെബ്രുവരി 14 മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആശുപത്രി വിട്ട മാർപ്പാപ്പയ്ക്ക് 2 മാസത്തെ പരിപൂർണ വിശ്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടയിൽ ആശങ്കപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി മാർപ്പാപ്പയുടെ ഒരു ചിത്രവും പുറത്തു വന്നിരുന്നു. അൾത്താരയുടെ മുന്നിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ചിത്രമായിരുന്നു പുറത്തു വന്നത്. മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ചിത്രമായിരുന്നു അത്. 1 മാസത്തിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ ചിത്രമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. റോമിലെ ജെമെല്ലി ഹോസ്പിറ്റലിലെ ചാപ്പലിൽ 88 വയസ്സുകാരനായ മാർപ്പാപ്പ അൾത്താരയ്ക്ക് മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന ദൃശ്യമാണ് പുറത്തുവിട്ടത്. ഹോളി സീപ്രസ് ഓഫീസ് വഴിയാണ് ചിത്രം പുറത്തുവിട്ടത്. അസുഖബാധിതരായ ശേഷം മാർപ്പാപ്പ വീണ്ടും കുർബാന അർപ്പിച്ചതായി വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നതും ഇതാദ്യമായിരുന്നു. വെളുത്ത മേലങ്കിയും പർപ്പിൾ ഷാളും ധരിച്ച് വീൽ ചെയറിൽ ഇരുന്നാണ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നത്. കുട്ടികൾ ജെമെല്ലി ആശുപത്രിക്ക് പുറത്ത് മഞ്ഞയും വെള്ളയും ബലൂണുകളുമായി ഒത്തുകൂടിയിരുന്നു. പക്ഷെ അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ 10ാം നിലയിലെ മുറിയുടെ ജനാലയിൽ പ്രത്യക്ഷപ്പെടാതെയാണ് അവർക്ക് സന്ദേശം അയച്ചത്. തന്റെ സൗഖ്യത്തിനായി കുട്ടികളടക്കം ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ആശുപത്രിക്ക് മുന്നിൽ അവരെത്തിയത് തന്നോടുള്ള അടുപ്പത്തിന്റെ അടയാളമാണെന്ന് മാർപ്പാപ്പ ഞായറാഴ്ച സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം ഏപ്രിൽ 8 വത്തിക്കാനിലെ വസതിയിൽ ബ്രിട്ടനിലെ ചാൾസ് രാജാവിന് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നെങ്കിലും സന്ദർശകർക്ക് കർശന നിയന്ത്രണമുള്ള സാഹചര്യത്തിൽ ചാൾസ് രാജാവ് കൂടിക്കാഴ്ച റദ്ദാക്കി. ഡിസ്ചാർജ് ചെയ്യുന്നത് അറിഞ്ഞ് റോമിലെ ജമേലി ആശുപത്രിയുടെ കവാടത്തിലും 100 കണക്കിന് വിശ്വാസികൾ കാത്തുനിന്നിരുന്നു. ആശുപത്രി ജനാലയ്ക്കരികിൽ വീൽ ചെയറിൽ പ്രസന്നവ്യഥനായി മാർപ്പാപ്പ എത്തിയപ്പോൾ അവർ ആശ്വാസത്തോടെയും ആനന്ദത്തോടെയും വിവാ ഇൽ മാർപ്പാപ്പ എന്ന് വിളിച്ച് ദീർഘായുസ് നേർന്നു. ആശുപത്രിയിൽ ദിവസവും സന്ദർശിച്ചിരുന്ന കാർമല വിറ്റോറിയ മാൻകസോ എന്ന വനിത മഞ്ഞ പൂക്കളുമായി എത്തിയപ്പോൾ നന്ദി പറഞ്ഞു. തുടർന്നായിരുന്നു കാറിൽ സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്കുമുള്ള യാത്ര. ഫെബ്രുവരി 14 ആരംഭിച്ച ആശുപത്രി വാസത്തിനിടെ 2 തവണയാണ് നില അതീവമായി ഗുരുതരമായത്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന തിരിച്ചുവരവാണിത്. ഇനി ചാൾസ് രാജാവ് പങ്കെടുക്കുന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾ, മെയ് അവസാനത്തേക്ക് നിശ്ചയിച്ചിരുന്ന തുർക്കി സന്ദർശനം, ഇവയാണ് വരാനിരിക്കുന്ന ചടങ്ങുകൾ. അതിനിടെ അദ്ദേഹം ആദ്യമായിട്ട് തന്റെ ആശുപത്രി വാസത്തിനിടെ പുറത്തേക്ക് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് വന്നപ്പോൾ ഗാസയിലെ ഇസ്രായേലി ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സംഭാഷണങ്ങൾ പുനരാരംഭിക്കാനും നിർണായകമായ വെടിനിർത്തൽ നടപ്പിലാക്കാനും പറയാനും അദ്ദേഹം മറന്നില്ല. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിൽ ഞാൻ ദുഃഖിതനാണ്. നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആയുധങ്ങൾ ഉടനടി നിശബ്ദമാക്കണമെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ഒരു നിശ്ചിത വെടിനിർത്തൽ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഗാസയിലെ മാനുഷിക സാഹചര്യം വീണ്ടും വളരെ ഗുരുതരമായിരിക്കുകയാണ്. സംഘർഷത്തിലുള്ള കക്ഷികളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അടിയന്തര പ്രതിബദ്ധത ഇതിനാവശ്യമാണ്, അദ്ദേഹം പറഞ്ഞു. ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും മാർപ്പാപ്പയ്ക്ക് 2 മാസത്തെ വിശ്രമം അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 14 ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി ചാപ്പലിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു ചിത്രം കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു. എല്ലാ ഞായറാഴ്ചയും സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലെ പൊതുവേദിയിലെത്തി വിശ്വാസികളെ അനുഗ്രഹിച്ചിരുന്ന മാർപ്പാപ്പ ഫെബ്രുവരി 9 അവസാനം ഈ ചടങ്ങിൽ പങ്കെടുത്തത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെയും